സുപ്രീം കോടതിയെയും വകവയ്ക്കാതെ കേന്ദ്രത്തിന്റെ അധികാര ഗർവ് ഉപയോഗിച്ച് ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒപ്പുവെക്കുമ്പോൾ ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് BJP ഇയാളെ ഉപയോഗിച്ച് കൈക്കലാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. വിരമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഉപയോഗിച്ച ലോക്സഭ ഉൾപ്പെടെയുള്ളവ കൈക്കലാക്കിയതിന്റെ ഇരട്ടി നേട്ടമാകും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി വഹിക്കുന്ന കാലയളവിൽ ഈ വർഷം അവസാനം ബീഹാറിൽ ആരംഭിക്കുന്ന തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2027 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്ക് ജ്ഞാനേഷ് കുമാർ മേൽനോട്ടം വഹിക്കും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏകദേശം 1.5 മാസം മുൻപ്, അതായത് 2029 ജനുവരി 26 അദ്ദേഹം വിരമിക്കുക കൂടി ചെയ്യും. 1988 ബാച്ച് കേരള കേഡർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായ കുമാറിനെ രാജ്യത്തിന്റെ 26ാമത് CEC ആയും 1989 ബാച്ച് ഹരിയാന കേഡർ IAS ഉദ്യോഗസ്ഥനായ വിവേക് ജോഷിയെ വിവാദങ്ങൾക്കിടയിലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതിയുടെ യോഗത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയമനങ്ങൾ നടന്നത്. പുതിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നിയമനം മാറ്റിവെക്കണമെന്ന് യോഗത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് തള്ളപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടുന്ന പാനലിന് ഗാന്ധി ഒരു വിയോജകുറിപ്പ് സമർപ്പിച്ചിരുന്നു, അതും തള്ളി. 2023 നിയമപ്രകാരം CECയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനത്തിനെതിരായ ഹർജികൾ ഫെബ്രുവരി 19 മുൻഗണനയായി പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചുവെങ്കിലും ഈ വിഷയം അടിയന്തരമായി കേൾക്കില്ല എന്ന് സുപ്രീം കോടതി അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അവരുടെ കളിപ്പാവയെ ഉപയോഗിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് BJP. ഇന്ത്യൻ ജനാധിപത്യത്തെ കീറിമുറിച്ച് ആ ഒപ്പുവെക്കൽ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. First step for national building is voting. Therefore, every citizen of India who has completed 18 years of age should become an elector and should always vote. In accordance with the Constitution of India, electoral laws, rules and instructions issued therein, the Election Commission of India was, is and will always be with the voters. Jai Hind.